ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെഡി പൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരാൾക്ക് ഒന്ന് എന്നുള്ള കണക്കിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി പഴയകാല ഐറ്റാണെങ്കിൽ കൂടി ഇപ്പോഴും ട്രെൻഡിങ് റെസിപ്പി എന്ന് അറിയപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഈ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വെളിച്ചെണ്ണ എടുക്കാം. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്കൊരു 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് തന്നെ ഒരല്പം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്, ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഒന്ന് സവാള ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. എല്ലാ സൈഡും പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. എന്നിട്ട് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സവാള ഒരു 90% മാത്രമേ വഴറ്റിയെടുക്കാൻ പാടുള്ളൂ. എങ്കിലേ നമ്മുടെ ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് നമ്മുടെ സവാളയൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ഒരു 1.25 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓവർ പേസ്റ്റ് ആയി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണേൽ വഴറ്റിയെടുക്കാനായിട്ട്. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 300 ഗ്രാം അളവിൽ ബീഫാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അല്ലാതെ മിക്സിയിൽ നിങ്ങൾ ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സവാളയോ ഈ ഒരു ബീഫോ ഒന്ന് നല്ലതുപോലെ മിക്സ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചിക്കനും എടുക്കുക കേട്ടോ. പക്ഷേ കൂടുതലായിട്ട് ബീഫാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കന് താല്പര്യമാണെങ്കിൽ അത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്തത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ബീഫ് മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൊടികൾ ഇട്ടിട്ടുള്ളത് എല്ലാ ഭാഗത്തും ബീഫിൻ്റെയോ സവാളയുടെ എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ. ആ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി രണ്ടും കൂടി ഒന്നിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ബീഫിലൊക്കെ ഓൾറെഡി ഇട്ട് കൊടുത്തതുകൊണ്ട് ലാസ്റ്റ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് വെച്ച് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിന് പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. പ്രത്യേക സ്മെല്ലും എല്ലാം വരും അങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുന്നതുകൊണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ചിലപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ പോകുന്നുണ്ട്. ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുമാണ് ഇങ്ങനെ അടപ്പ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ ഒരു പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൈദ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആട്ടയും മൈദയും പകുതി ആക്കിയിട്ട് അങ്ങനെയും ചെയ്യുക കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുള്ളത് മൈദ വെച്ച് ചെയ്യുമ്പോഴാണ്. പണ്ട് മുതൽക്കേ നമ്മൾ മൈദ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു റെസിപ്പി ചെയ്യാറുള്ളതും. അടുത്തത് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഉപ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തുനിന്നും എത്തിക്കോട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം മാവ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. കാരണം മൈദയാണ്, പെട്ടെന്ന് തന്നെ കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പരിവെന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ നോർമലി കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെ. അതുപോലെ തന്നെ ഞാൻ പച്ചവെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് മാവ് കുഴച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ കുഞ്ഞു ബോൾസായിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് വേണ്ട കേട്ടോ. അതിലും കുറച്ച് ചെറുതായിട്ട് മതി, ഇത്രയും മതി. ഇനി ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ബോൾസായിട്ട് എടുക്കട്ടെ.
അപ്പോൾ ഞാൻ മുഴുവൻ ഇതുപോലെ ബോൾസാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോർഡിൽ കുറച്ച് പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല നേരിയതായിട്ട് വേണേൽ പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലും കുറച്ചൊരു വലുപ്പത്തിൽ പരത്തിയെടുക്കുക. പക്ഷെ നല്ല നേരിയതായിരിക്കണം, എങ്കിലേ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഇത്രയ്ക്ക് നേരിയതായിട്ട് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒരു ബോൾ എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കുക. കാരണം നമുക്ക് ഈ ഒരു പെട്ടിപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഷീറ്റാണ് ഒരു പത്തലിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതേ സൈസിൽ തന്നെ ഒന്നുകൂടി പരത്തി കൊടുക്കാം. അപ്പോൾ അടുത്ത പത്തിരി ഇതുപോലെ ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നേരത്തെ ഫില്ലിങ് റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ദിവസമായിട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഫില്ലിങ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിനൊന്നും ഒരു കറക്റ്റ് ഒരു അളവൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ പകുതി ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ആദ്യം പരത്തി വെച്ചിട്ടുള്ള ആ പത്തിരി ഇട്ടല്ലോ, അതിനെ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കവർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സൈഡൊക്കെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണേ, എങ്കിലേ നമുക്ക് ഫില്ലിംഗ് ഒന്നും പുറത്താവാതെ നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കട്ടർ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് പിസ്സ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കട്ടറാകുമ്പോൾ കണ്ടില്ല നിങ്ങൾ, സൈഡൊക്കെ നല്ലൊരു പല്ല് പോലെ ആയിട്ടിരിക്കുന്ന നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഇതിനാണ് കേട്ടോ പെർഫെക്റ്റ് പെട്ടിപ്പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ ചിലവർ ഇതിന് മുട്ട വെക്കുന്നത് കൊണ്ട് മുട്ടപ്പത്തിരി എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ പെട്ടിപ്പത്തിരി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഓരോ പരത്തി വെച്ചിട്ടുള്ള പത്തിരി ഓരോന്നായിട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. കാരണം നമ്മൾ നേരിയതായിട്ട് പരത്തിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ എണ്ണ മുകളിലായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് പൊങ്ങി വരുന്ന കണ്ടില്ല, ഈ ഒരു രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു കളർ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് കോരി എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സമയമൊന്നും വേവാനായിട്ട് ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 2 സൈഡും നമ്മൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പെട്ടിപ്പത്തിരി എന്ന് പറയുന്നത്. ഈസിയല്ലേ ചെയ്യാനായിട്ട്, ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മളിതിപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നതാണെങ്കിൽ കൂടി ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്